എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് ഉത്രാട ദിനത്തില് പൂരാട ദിവസം വീട് ക്ലീൻ ചെയ്താണ് കേട്ടോ. ആ ഒരു ടൈമിലേക്കാണല്ലോ നമുക്ക് ശരിക്കും ഒന്ന് വെയിലൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ ഡ്രസ്സുകളൊക്കെ കഴുകാനിട്ടുണ്ടായിരുന്നു. ഓരോന്നും കഴുകി കുറേശ്ശെ സെക്ഷനായിട്ട് ഉണക്കി എടുക്കുമായിരുന്നു. ബ്ലാങ്കറ്റുകളും 2 ബെഡ്ഷീറ്റും കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അത് കൂടാതെ തുണികളും ഉണ്ടായിരുന്നു. കാര്യം നനച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മുഷിഞ്ഞ സ്മെല്ല് വരും. പിന്നെ നനയാതെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ട് വെയിലാവുമ്പോൾ കഴുകാം എന്നൊരു ഓപ്ഷൻ മാത്രമേ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ശരിക്കും വിശാൽ ചന്ദനത്തോപ്പിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് അനിയത്തിക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവിടെ കൂടെ പോയതാണ്. പക്ഷെ നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഡ്രസ്സൊക്കെ കിട്ടിയത്. അന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്നലെ ആ ഒരു പുരാട ദിവസം ഞാൻ പോയതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചല്ല ഒരു ചൂട് മേടിക്കാൻ പോയത്. ചൂട് മേടിക്കാൻ പോയി ഇത്രയും സാധനങ്ങൾ മേടിച്ച് എല്ലാത്തിനും നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ചന്ദനത്തോപ്പിൽ വന്നാൽ നല്ല അഫോർഡബിൾ റേറ്റിൽ ഇതൊക്കെ കിട്ടും കേട്ടോ. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല, അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. ആ കുപ്പിക്കൊക്കെ 49 രൂപയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ആ മേളത്തെ ലിഡ് മാറ്റിയിട്ട് കുട്ടികൾക്ക് കപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം. ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല അഫോർഡബിൾ റേറ്റ്. ഇതിനൊരു 149 രൂപ, അത് ആലോചിച്ച് നോക്കെ. പിന്നെ ഇതിന് ഒരു 25 രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ്, വളരെ ചീപ്പ് റേറ്റിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. പിന്നെ ഇപ്പൊ നല്ല തിരക്കുണ്ട്. ഇതൊരു 150 രൂപയ്ക്ക് ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ ആണ്, അതും സെറാമിക് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സാധനവും അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് ഉണ്ടായതാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇതിനൊക്കെ നമ്മൾ അല്ലാതെ പോയി മേടിക്കണമെങ്കിൽ നല്ല റേറ്റ് ആവും. പക്ഷെ അല്ലാതെ ഇതിനെ വെച്ചപ്പോൾ എനിക്ക് നല്ല റേറ്റ് കുറഞ്ഞാണ് കിട്ടിയത്. റേറ്റ് കുറഞ്ഞത് മാത്രമല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ വെറും 99 രൂപയുള്ള അതിന്റെ ലിഡാണെങ്കിൽ നമുക്ക് നമ്മൾ റോൾ ചെയ്ത് അടയ്ക്കില്ല, ആ ടൈപ്പ് ലിഡുമാണ്. അത് ഇതിനകത്ത് ഒരുപാട് ഗ്ലാസ് കുപ്പികൾ അവിടെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനല്ല. പക്ഷെ എനിക്ക് ഈ ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരിക്കും ഇത് ഞാൻ ചൂട് മേടിക്കാൻ പോയ കാര്യം പറഞ്ഞില്ലേ, ചൂട് മേടിക്കാൻ 2-3 ആഴ്ച കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. 2-3 ആഴ്ച 2-3 ദിവസം കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് 2 ബോട്ടിൽ ഇങ്ങനത്തെ 2 കണ്ടെയ്നർ വരുന്നത് 149 രൂപ വേണമെന്നുള്ളത് അത്യാവശ്യമായിരുന്നു. കാര്യം മുളകും മല്ലിയൊക്കെ നമ്മൾ ഓണത്തിന് മേടിച്ച് പൊടിക്കത്തില്ലേ, അങ്ങനെ ഇവിടെയും മേടിച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പോയി എടുത്ത് അമ്മ പറഞ്ഞ് വന്ന് എടുത്തോണ്ട് പോകുന്നു പറയുന്നെങ്കിലും, പക്ഷെ എനിക്ക് എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ 2 കണ്ടെയ്നേഴ്സ് എനിക്ക് നിർബന്ധമായിട്ട് വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ മേടിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു, പക്ഷെ മേടിച്ചു കേട്ടോ. എന്റെ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞാൽ എല്ലാം മേടിച്ചിട്ടുണ്ട്. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. എല്ലാം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ അപ്പോഴാണ് ശരിക്കും അവിടെ നിന്ന് വന്നതിന് ശേഷം അതെല്ലാം പൊട്ടിക്കുന്നത്. പിന്നെ കറിനാരങ്ങ മേടിച്ചുകൊണ്ട് വന്നു, മാങ്ങ മേടിച്ചുകൊണ്ട് വന്നു. ഇത് രണ്ടും ഇത്രയും അച്ചാർ വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത്ര ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എനിക്കും വീട്ടിലേക്കും കൂടെ ഞാൻ ഒരുമിച്ചാണ് അച്ചാറുകളാണ് ചെയ്യുന്നത്. ഞാൻ അച്ചാറിടാൻ വലിയ എക്സ്പേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാം. ലക്ഷ്മി നായർ ഒഫീഷ്യൽ അവരുടെ ചാനൽ ഉണ്ടല്ലോ, അന്ന് ഞാൻ ഒരു 6 വർഷം ആ അവർ സദ്യയുടെ എല്ലാ രീതികളും അവരുടെ ചാനലിൽ ഇട്ട സമയത്ത് ഞാൻ അവരുടെ ചാനൽ കണ്ടിട്ടാണ് ആദ്യമായിട്ട് സദ്യ ഉണ്ടാക്കുന്നത്. സാമ്പാറും അവിയലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അപ്രിസിയേഷൻ കിട്ടിയത് ആദ്യത്തെ എന്റെ സദ്യയിൽ അത്രയും ഞാൻ ക്ലിക്കായെന്ന് വെച്ചാൽ ആ ഒരു ചാനൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. എന്റെ വീട്ടിൽ എല്ലാവരും എന്നെ അഭിനന്ദിച്ചു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എല്ലാ ഓണത്തിനും ആ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. വേറെ ഞാൻ ഇപ്പൊ പുള്ളിക്കാരത്തിയുടെ ചാനൽ നോക്കിയപ്പോൾ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും ഒക്കെ ഇടുന്നത് വേറെ രീതിയിലൊക്കെ, മീൻസ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല. എനിക്ക് എന്തോ ആ ഒരു പഴയ മെത്തേഡ് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇവിടെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വയർ എന്റെ ഫോണിന്റെ വയറാണ്. ഫോണിന്റെ ചാർജ് പെട്ടെന്ന് തീരുന്നു. അത് മാത്രമല്ല അത് സ്ക്രീൻ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആനിയനൊക്കെ വന്നിട്ട് പറഞ്ഞത് എല്ലാവരും വിചാരിച്ചിട്ട് ഞാനാണ് അച്ചാറിട്ടേന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞ് വന്നേ കേട്ടോ. അപ്പോ ക്യാമറ വിചാരിച്ചാണെങ്കിൽ ആ ഒരു ക്ലിപ്പിംഗ് കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇഞ്ചി അച്ചാർ എനിക്ക് ഇടേണ്ടി വന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അനിയന്റെ രീതിയിൽ അനിയന്റെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അമ്മ ഇഞ്ചി അച്ചാറിന് നല്ല സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഇഞ്ചി അച്ചാറിന്റെ രീതിയിൽ ഞാൻ എടുക്കണം കേട്ടോ. നമ്മൾ വെക്കുന്നതിൽ നിന്ന് നല്ല എക്സ്ട്രീം ഡിഫറൻറ്റ് ആണ്. നല്ല ടേസ്റ്റാണ്. പുളിക്കാച്ചിയുടെ ഞണ്ട് കറി, ഇഞ്ചിക്കറി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുവേണ്ടി കുറച്ച് കിട്ടുന്നതാണ്, എന്നാലും നമ്മളൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ മാങ്ങയും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ജോലി എന്ന് വെച്ചാൽ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും വലിയ ജോലി. അല്ലാതാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ കട്ട് ചെയ്താരെങ്കിലും തരാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് ജോലി ഒതുങ്ങും. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എന്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് അവര് പറയുന്ന അതേ റൂൾസ് ഫോളോ ചെയ്ത് കുക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. പിക്കിൾസിന്റെ കാര്യത്തിലൊക്കെ പിക്കിൾസ് മാത്രമല്ല, സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സദ്യക്കുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും കൈ കൊടുത്താൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ
കട്ട് ചെയ്ത് കിട്ടത്തില്ല. അപ്പൊ ഞാൻ തന്നെ അതൊന്ന് ചെയ്ത് ഞാൻ വൃത്തിയിൽ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അതിനകത്ത് അവർക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ മാങ്ങയുടെ സൈഡിലത്തെ എല്ലാം പീൽ ചെയ്ത് ആ ഒരു തൊലിയൊക്കെ മാറ്റി കളയണം. പിന്നെ ഈ ഫ്ലഷ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് വരത്തില്ല. അതായത് മാങ്ങയുടെ കറക്റ്റ് ആ ഒരു തോലുണ്ടെങ്കിൽ അതിന് അത്രയും ഒരു കടുവ മാങ്ങയ്ക്ക് അത്രയും ടേസ്റ്റ് വരും കേട്ടോ. ഈ ബോർഡിൽ കുറച്ച് പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് നനവ് ഇത് ബോർഡ് വെക്കാൻ സ്റ്റാൻഡ് ഇല്ലായിരുന്നു. ഇത് ഇവിടെ എവിടെയെങ്കിലും കുത്തി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാത്തു വീഡിയോയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. ഞാൻ കാത്തു മാറിയതാണ് കേട്ടോ. ഓണമായത് കാരണം ആകെ ഒരു ബഹളമാണ്. പിന്നെ ഇന്നിപ്പോ ഉത്രാടമാണ്. ഉത്രാടത്തിനാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് ചിലപ്പോൾ ഞാൻ തിരുവോണം കഴിഞ്ഞിട്ട് ഇടത്തോളൂ. കാര്യം എന്ന് വെച്ചാൽ തിരുവോണം നമ്മളുടെ വീട്ടിലാണ്. ഇവിടുത്തെ ആദ്യത്തെ ഓണമാണ്. അപ്പം അതിൻ്റെതായ കുറച്ച് സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം. അതായത് എല്ലാവർക്കും സ്പെഷ്യലാണ്. അങ്ങനത്തെ ഓണമൊക്കെ സ്പെഷ്യലാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു എനിക്ക് ഒരിടത്ത് വെച്ചാൽ മതി, 10 ചുവട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ മതി. അപ്പൊ പിന്നെ എന്നോട് ചോദിച്ചാൽ എങ്ങനെ നീ അങ്ങോട്ട് വെക്കുന്നില്ല, ഇവിടെ വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ചോറവിടെ വയ്ക്കും, ബാക്കി കറികളെല്ലാം ഞാൻ ഇവിടെ വയ്ക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെ ദിയ വന്ന് നോക്കുവാണ് ഞാൻ അരിഞ്ഞ് വെക്കാം. ദിയായി ഞാൻ കളയാക്കി. ദിയ അങ്ങനെ പോയി അപ്പോഴേ പോയി കേട്ടോ. ഞാൻ മാങ്ങയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു. പിന്നെ നമ്മളുടെ വീട്ടിൽ പച്ചമുളകുള്ളപ്പോൾ നമ്മള് വേറെ പച്ചമുളക് പോകണ്ടല്ലോ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ അത് മുട്ട എടുത്തോണ്ട് കഴിക്കും. ഞാൻ എന്തോന്നു മുട്ട എടുത്ത് പച്ചമുളകിന് എല്ലാ മുളകും അവിടെ പോയെന്ന് വെച്ചു. അപ്പൊ അമ്മ ഒന്ന് പിച്ചി, ഞാൻ തന്നെ പിച്ച് കഴിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഇടയ്ക്കൊന്നും ഇതിപ്പോ പിച്ചില്ലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് എന്റെ പച്ചമുളക് തോട്ടത്തിൽ പോയിട്ട് ഞാൻ 2 പച്ചമുളക് വെച്ച് രാവിലെ ഒരു പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കയ്യിൽ നിന്ന് പച്ചമുളക് തറയിട്ട് അതും എടുത്തു. പിന്നെ വഴുതനങ്ങയൊക്കെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം. വഴുതനങ്ങ നല്ല ടേസ്റ്റ് ആണ്. ഒരു വട്ടം ഞാൻ കട്ട് ചെയ്ത് അവിയൽ വെച്ചു. നന്നായിട്ട് നല്ല രുചിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രുചിയുണ്ട്. അങ്ങനെ അതും ഞാൻ വിചാരിച്ചു അടുത്ത ഇതിന് അവരെ സാമ്പാർ വെക്കാനാണെങ്കിലും അവിയൽ വെക്കാനാണെങ്കിലും ഓണത്തിന് അവരെ തന്നെ പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മളുടെ മുളകൊക്കെ കുഞ്ഞുകുഞ്ഞാൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവർ പറയുന്ന അതേ മെത്തേഡ് പുള്ളിക്കാരത്തിന്റെ ഒരു മെത്തേഡ് ഈ വട്ടത്തിൽ നിന്ന് ഞാൻ ഫോളോ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വെളുത്തുള്ളി അരച്ച് നാരങ്ങയ്ക്കകത്ത് ചേർക്കുന്നത്. ഇഞ്ചി എടുത്തില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ എടുത്തോളൂ. ഇഞ്ചി എടുക്കാൻ വേണമെങ്കിൽ എടുത്ത് ചതച്ച് അതിനകത്ത് ചേർക്കാം, ടേസ്റ്റ് ചെയ്ത് ചേർക്കാനേ ഉള്ളൂ. എനിക്ക് എന്തോ അപ്പൊ അത് തോന്നിയില്ല. ഞാൻ വെളുത്തുള്ളി മാത്രമേ എടുത്തോളൂ. വെളുത്തുള്ളിയുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ട്. കാര്യം വർഷങ്ങൾ കൊണ്ട് നമ്മൾ ആ മെത്തേഡ് ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ട് പെട്ടെന്ന് ഇഞ്ചിയുടെ ഒരു ഓർമ്മ പോയില്ല. പുള്ളിക്കാർക്ക് എപ്പോഴും പറയും വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് പച്ചെണ്ണ വേണമെങ്കിലും എള്ളെണ്ണ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് ഗാർലിക് ഓയിൽ വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും 1-2 വട്ടം ഞാൻ വെളിച്ചെണ്ണ ചെയ്തപ്പോൾ എനിക്ക് കൂട്ടുപോയി കേട്ടോ. അതിനുശേഷം ഞാൻ പച്ചെണ്ണ മാത്രമേ ചെയ്യാറുള്ളൂ. ആദ്യമേ തന്നെ ഞാൻ പുളിവെള്ളവും ശർക്കരയും ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതാണ് ഇതിന്റെ മെയിൻ പാർട്ടി. എന്തോ ചെടുക്ക് അങ്ങനെ എന്തോ സംഗതി നമ്മുടെ പുളിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ വെച്ചാൽ നമുക്ക് ശർക്കര ഇടുന്നത് പുള്ളിക്കാരത്തെ പറഞ്ഞ് എന്റെ വീടിനകത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം പുളി ബാലൻസ് ചെയ്യുന്നുണ്ട്. അവർ വലിയ പാചകക്കാരൊക്കെ ഇല്ല. അപ്പൊ അവർ പറയുന്നത് ഏകദേശം പാചകക്കാരല്ല, മീൻസ് പുള്ളിക്കാരത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അതിന്റെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുള്ളതൊക്കെയാണല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും കെമിസ്ട്രി ഉണ്ടായിരിക്കും. ഓരോന്നിനും ഓരോ കെമിസ്ട്രി ആണുള്ളത്. അങ്ങനെ ഞാൻ പച്ചമുളക് ഇട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ ചെറിച്ച് വന്നത്. ഇപ്പൊ ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ പുള്ളിക്കാരത്തിയുടെ വീഡിയോ പറയുന്നുണ്ട്. അടച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ചെറുപ്പത്തിൽ അവരുടെ ചാനൽ പ്രൊമോട്ട് ചെയ്താണ് കണ്ട പുള്ളിക്കാരത്തി പറയുന്നത്. ഞാൻ കറക്റ്റായിട്ട് ഞാൻ ആ ഒരു ചാനൽ ഞാൻ കണ്ട് ഫോളോ ചെയ്ത് വന്നത് കാരണമാണ് അവർ പറയുന്നത്. ഉത്രാടായതുകൊണ്ട് പടക്കം പൊട്ടിക്കലും ആകെ ബഹളമാണ് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് അമ്പലത്തിലൊക്കെ പോയി. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ അമ്മ വെച്ചിട്ട് 3 വർഷം തികയാണ് കേട്ടോ. ഫോട്ടോ ഞാൻ നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അടുത്തത് നാരങ്ങ ഇട്ടു. നാരങ്ങ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട്. ഈ നാരങ്ങ കറി നാരങ്ങ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതൊരു 3/4 ഭാഗം വേവണമെന്നുള്ളത് പുള്ളിക്കാരത്തിന്റെ വീഡിയോയിൽ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്ത് വന്നതുകൊണ്ടാണ് ഞാൻ 3/4 ഭാഗം എടുത്തതിന് ശേഷമാണ് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ വേവ് കടുമായിട്ടൊന്നും അധികം വേവൊന്നും ഇല്ലല്ലോ.
കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായം എനിക്ക് പൊട്ടിച്ച് കുട്ടിക്ക് ഹോൾ തന്നത് ആയിഷ, ചെറിയ ഹോളായി പോയി. പിന്നെ ഞാൻ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഹോളിട്ടു. ഇനി ഇത് നന്നായിട്ട് കുക്കായി, അതായത് നമ്മുടെ അച്ചാർ, അതായത് ലെമൺ അച്ചാർ, കറിനാരങ്ങയുടെ അച്ചാർ നന്നായിട്ട് കുക്കായി. ഞാനപ്പോൾ ആ സ്റ്റവ് ഓഫ് ചെയ്തിട്ടു. അതിനുശേഷം ഞാൻ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കുറുകി ഒന്ന് വരണം. അതായത് ഈ ശർക്കര അന്ന് നന്നായിട്ട് കുറുകി വരണം. ഇത് ഒഴിച്ചു പോകാൻ പാടില്ല. നമ്മൾ പത്തി ഇലയിൽ വെക്കുമ്പോൾ അച്ചാറ് ഒന്നും ഒഴിച്ചു പോകാൻ പാടില്ല. അപ്പൊ നന്നായിട്ട് കുറുകി വന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റത്തുള്ളൂ. അതിന് കുറച്ച് താമസം എടുത്തു. അങ്ങനെ കുറുകി വന്നതിന് ശേഷം ഞാൻ ഇത് അരിപ്പ കൊണ്ട് അരച്ചെടുത്തു. കാര്യം പുളി ഒരു നെല്ലിക്ക അടുപ്പത്തിൽ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ശർക്കരയും. അപ്പൊ ഇത് മൂന്നും കൂടെ ആയിട്ടുള്ള ഞാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ മാറ്റി. പിന്നീട് ഞാൻ അതേ ഇരുമ്പത്തിൽ തന്നെയാണ് കടുക് വറുത്തൊഴിക്കുന്നത്. ഞാൻ മുളകിന്റെ അതായത് മാങ്ങയുടെ കൂട്ടുകളെല്ലാം ചേർക്കുന്നുണ്ട് അതിനിടയ്ക്ക്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി എനിക്ക് ഇല്ല, ഞാൻ വീട്ടിൽ എടുത്തോണ്ട് വന്നു. ഇന്നിപ്പോ ഞാൻ ഉലുവ എല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ ഈ കടുക് വറുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ അച്ചാറിന്, നാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വലിയതായിട്ട് അങ്ങ് പുകഞ്ഞ് എണ്ണ ഒന്നും വരണമെന്നൊന്നുമില്ല. പക്ഷെ മാങ്ങയ്ക്ക് പുകഞ്ഞ എണ്ണ വരണമെന്നുണ്ട് കേട്ടോ, എന്നാലേ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. പക്ഷെ ഈ വട്ടം പുള്ളിക്കാർക്ക് ഇട്ടേക്കുന്ന മാങ്ങ അച്ചാർ ഞാൻ കാണാറുണ്ട് വീഡിയോ ഒക്കെ. ഈ വട്ടം ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നേരെ ഈ ഇരുമ്പേട്ടിക്കകത്ത് ഇട്ട് അങ്ങനെ ഇട്ടേക്കുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ പണ്ടത്തെ തന്നെ ഫോളോ ചെയ്ത് വരുവാണ്. കാര്യം അതിന് കുറച്ചും കൂടെ ക്രഞ്ചിനെസ് ഉണ്ട്. നമ്മൾ പണ്ട് ചെയ്യുമ്പോൾ അത് വേവാതെ ആ ഒരു ഇത് എണ്ണയൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ക്രഞ്ചിനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അതിന് ക്രഞ്ചിനെസ് കാണുമായിരിക്കും. അപ്പൊ സാധാരണ നമ്മൾ കടുക് വറുക്കുന്നതിനേക്കാൾ ഒരിച്ചിരി തോനെ എണ്ണ വേണം. കാര്യം അച്ചാറിന് മീതെ എണ്ണ നിൽക്കണം. ആ ഒരു രീതിയിൽ എണ്ണ ഒഴിച്ചെടുക്കണം. കാര്യം നമ്മൾ ഇത് ഇരുമ്പേട്ടിക്കകത്ത് ഇട്ട് വേവിച്ചൊന്നും എടുക്കുമല്ലോ, അത് കാരണമാണ് കേട്ടോ. പിന്നെ പച്ചമുളകല്ല, വറ്റൽമുളക് ഇട്ട് അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കേട്ടോ. ഈ കറിവേപ്പിലൊക്കെ ഞാൻ മേടിച്ചു, കാരണം ഇതൊക്കെ അനിയൻ തന്നെയാണ്. ഈ സാധനങ്ങളെല്ലാം അനിയൻ മേടിച്ചു തന്നു. ഇതെല്ലാം ഞാൻ കുക്ക് ചെയ്ത് രണ്ടായിട്ട് നമ്മൾ 2 കൂട്ടർക്കും കൂടെ ഇപ്പൊ അമ്മ വന്ന് 2 കുപ്പിക്കകത്താക്കി എല്ലാം കൊണ്ടുപോയതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ വന്ന് കൊണ്ടുപോയതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ആ കിണ്ണിയിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമോ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ അച്ചാറിന്റെ കൂട്ടത്തിൽ ഒഴിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഇരുമ്പേട്ടിയിൽ ഒഴിക്കാം. പക്ഷെ വേവാൻ പാടില്ല. മാങ്ങ നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കണം. അപ്പൊ രാത്രിയിൽ പുളി കളിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെയും കുറച്ച് വീഡിയോസ് എടുത്തു. ഇപ്പൊ ഇവരെയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ കാണാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ വീഡിയോ എടുത്ത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.